ഹായ്, ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടിയ ടിറ്റോ ആണ്. ടിറ്റോനെ വെൽക്കം ചെയ്യാം. ഹായ് ടിറ്റോ. ഹായ്. ഇപ്പോൾ വിസ വന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ജർമ്മനിയിലെത്തും. ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒരു 2 ഇയേഴ്സോളം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാംഗ്വേജ് പഠിച്ചു, അതിനുശേഷം അപ്ലൈ ചെയ്തു. അതിന്റെ റിപ്ലൈ വരുന്നത് എല്ലാ സ്റ്റെപ്പിലും എല്ലാം എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്കൈഹോക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ വിസയുടെ പ്രോസസ്സിംഗ് സ്റ്റേജിലാണെങ്കിലും ഓരോരുത്തർക്ക് സ്ലോട്ട് ഒപ്പിക്കുന്ന തന്നെ വലിയൊരു ടാസ്ക് ഉള്ള ഒരു കാലമായിരുന്നു. അപ്പം അവർ കോൺസ്റ്റന്റ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ആത്മവിശ്വാസം തന്നു. ഹോപ്പ് ലോസ്റ്റ് ആയ സമയത്ത് പോലും അവർക്ക് ഹോപ്പ് ഉണ്ടായിരുന്നു എന്നിൽ. അപ്പം ഇപ്പോൾ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ദൈവത്തിനോടും സ്കൈഹോക്കിനോടും. ഇപ്പോൾ ലാംഗ്വേജ് എത്ര പഠിച്ചിട്ടുണ്ട്? ഞാൻ B2 വരെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇംഗ്ലീഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ IELTSന്റെ ആവശ്യമുള്ളായിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് വേറൊരു ചേഞ്ച് നടത്തണം. ഓക്കെ, ഇപ്പോൾ IELTS പഠിച്ചിട്ടുണ്ട്. IELTS ഉണ്ട്. പ്രോസസ്സിംഗ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതലും ടിറ്റോനെ ബുദ്ധിമുട്ടിച്ച്? എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ച സർട്ടിഫിക്കറ്റ് വരാൻ കുറച്ച് ഡിലേ ആയിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ ചേഞ്ച് കാരണം ആ ഡിലേ ഒരു 3-4 മാസം എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ APS എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അതിന് നല്ല ഡിലേ വന്നു. കാരണം ആ സമയം ആയപ്പോഴത്തേക്കും ജർമ്മനിയിലെ പ്രോസസ്സിങ് അവിടുത്തെ പോർട്ടലും എല്ലാം നല്ല ഡൗൺ ആയിരുന്നു. കുറച്ച് ലോങ് പ്രോസസ്, ഒരു ചെറിയൊരു ലോങ് പ്രോസസ്സാണ്. അതിന്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വന്നു. അതിനുശേഷം അപ്ലൈ ചെയ്തതിനകത്തുനിന്ന് റിപ്ലൈ കുറെ വരാനായിട്ട് താമസിച്ചു. ഇൻടേക്കിന്റെ ഒരു എന്താണ് ട്രാഫിക് ഉണ്ടായിരുന്നു സ്റ്റുഡൻസിന്റെ ഒത്തിരി. അപ്പോൾ അവരുടെ സ്ക്രീനിങ് ഔട്ടിൽ പോകാതെ നിൽക്കുക എന്നുള്ളതും നമ്മളിവിടെ പ്രാർത്ഥനയോടെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നുണ്ടായിരുന്നത് വിസ പ്രോസസ്സിങ്ങിന്റെ സമയത്താണ്. APSന്റെ യൂസേജ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു തവണ സ്ലോട്ട് എടുത്താൽ പിന്നീട് സ്ലോട്ട് എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിലെല്ലാം എനിക്ക് സ്കൈഹോക്കാണ് പെട്ടെന്ന് രാത്രി 12 മണി വരെയൊക്കെ ഇരുന്നിട്ട് അവർ സ്ലോട്ട് കണ്ടുപിടിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം പോകുന്നതിന് മുമ്പ് വരെയും അവിടെ നിന്ന് തന്നെ എല്ലാ അപ്ഡേഷനും ഉണ്ട്. നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെ. ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാസ്റ്റേഴ്സിനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 വർഷം എന്ത് ചെയ്തു? ഞാൻ 2 വർഷം 2 വർക്കുകൾ ചെയ്തു. ഒന്ന്, ഞാൻ പഠിച്ച കോഴ്സിന് തന്നെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ 1.5 കൊല്ലം ജോലി ചെയ്തു. കൂടെ തന്നെ ലാംഗ്വേജ് പഠിച്ച സമയത്ത് പാർട്ട് ടൈം ആയിട്ട് റിലയൻസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്ത് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. ടൈമിൽ തന്നെ ആയിരുന്നല്ലേ? അപ്പോൾ മാസ്റ്റേഴ്സിന് പഠിക്കണം, പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചത് ആ ഒരു ടൈമിലാണ്. അതെ. ജർമ്മനി എങ്ങനെയാണ് വരുന്നത്? ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റിയെ പറ്റി ഒത്തിരി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജർമ്മനി ഒരു കാനഡ, ഓസ്ട്രേലിയ അങ്ങനെ എന്താണ് അവിടുത്തെ ഒരു ട്രെൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഓപ്പർച്യൂണിറ്റീസും നല്ല സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി നമുക്ക് കേട്ടറിവോടുകൂടെ നമ്മൾ ജർമ്മനിയാണ് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. പിന്നീട് സ്റ്റേ ബാക്ക് ആണെങ്കിലും പിന്നീട് ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അവിടുത്തെ വർക്കിന്റെ കാര്യങ്ങളാണെങ്കിലും ഒത്തിരി വർക്ക് പ്രൊഫഷണൽസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി എന്ന് അറിയാൻ സാധിച്ചു. പിന്നെയാണ് എൻ്റെ ഒരു കസിൻ സ്കൈഹോക്ക് വഴിയാണ് പോയത്. അപ്പൊ ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചു, നിന്റെ ഏജൻസി ഏതാണ്, എങ്ങനെയാണ്, നമുക്ക് വിശ്വസിക്കാമോ? അതെല്ലാം ചോദിച്ചപ്പോൾ അവൻ കംപ്ലീറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നൊന്നും ഞാൻ നോക്കിയില്ല, കോൺടാക്ട് ചെയ്യായിരുന്നു. ഏതൊരു ടൈമിലാണ് സ്കൈഹോക്കിനെ അപ്രോച്ച് ചെയ്തത്? ഞാൻ സൈറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ്. ആ സമയത്ത് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മതിയായിരുന്നു. എനിക്ക് സൈറ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. 1 ഇയർ ആകുമ്പോഴത്തേക്കും ഇറങ്ങി നമുക്ക് മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഇത് തോന്നിയപ്പോഴാണ് കോൺടാക്ട്. കസിൻ വഴി. ഇപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഹാപ്പിയാണോ അതോ വിഷമമാണോ നാട് വിട്ടു പോകുന്നതിന്? ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഭയങ്കര നെസസറി ആയിട്ട് തന്നെ ഒരു ചേഞ്ച് അത്യാവശ്യമാണെന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് ഹോം ടൗൺ വിട്ട് പോകുന്നുണ്ട്. ഓബ്വിയസ്ലി എല്ലാവർക്കും ഹോം ടൗൺ വിട്ട് പോകുമ്പോഴത്തേക്കും ഒരു വിഷമം കാണും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്, ഞാൻ കുട്ടനാട് ഭയങ്കര ലോവർ റീജിയനിൽ ഭയങ്കര നാട്ടിൻപുറം വൈബിൽ ജീവിച്ചാണ്. പെട്ടെന്നൊരു മാറ്റം, ക്ലൈമറ്റ് ഉൾപ്പെടെ മൊത്തത്തിൽ മാറുകയാണ്. പക്ഷേ ചേഞ്ച് എംബ്രേസ് ചെയ്യാനായിട്ട് റെഡിയാണ്. പണ്ട് തൊട്ടേ ചേഞ്ച് ആയിരുന്നു. എനിക്ക് 10 കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയി. +2 കഴിഞ്ഞ് വേറെ, എഞ്ചിനീയറിംഗ് വേറെ, 3 സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മാറിയെന്ന് വലിയ ഹോം സിക്നസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ നാട്ടിലെ ഫുഡ് ഒത്തിരി അല്ലേ? അപ്പോൾ നമ്മുടെ അഡ്മിഷൻ ടീം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോൾ കോഴ്സ് എടുക്കുന്ന കാര്യത്തിലായാലും മറ്റു കാര്യങ്ങൾ പറഞ്ഞിരുന്നായാലും ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ഞാനിപ്പോൾ പഠിച്ച കോഴ്സുമായിട്ട് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഒരു കരിയർ ചേഞ്ച് ആണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് 1 ഇയർ ഞാൻ വർക്ക് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലായിരുന്നു ഞാൻ ചെയ്തത്. ആ ഒരു റിയലൈസേഷൻ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കരിയർ ചേഞ്ച് അത്യാവശ്യം അനിവാര്യമാണെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞു, ഒന്നെങ്കിൽ എനിക്ക് സേഫ്റ്റി റീജൻ
അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ്ലി അഗ്രികൾച്ചർ ഫീൽഡ് മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിഫറൻസിനനുസരിച്ചാണ് അവിടെ അവർ അഡ്മിഷൻ ക്രൈറ്റീരിയകളും പിന്നെ എവിടെയൊക്കെ അഡ്മിഷൻ വെക്കണം, ആപ്ലിക്കേഷൻ കൊടുക്കണം, നമ്മൾ എന്തൊക്കെ ഇനി അടുത്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം, എല്ലാം എൻ്റെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം നമ്മൾ എന്ത് വിചാരിച്ചോ അത് തന്നെയാണ് നമുക്ക് സപ്പോർട്ടിൽ അവർ സെലക്ട് ചെയ്ത് തന്നത്. ആ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ടിറ്റോ ജർമ്മനിയിലേക്ക് പറക്കാൻ പോവുകയാണ്. അപ്പോൾ ഹാപ്പി ജേണി. താങ്ക് യു.